ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് റൂം പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. 5-6 വർഷത്തിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്. കുറേ കൊല്ലമായി വിചാരിക്കുന്നു പെയിൻറ്റ് അടിക്കണം എന്ന്. ഫുള്ള് പോയി കിടക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കയറി, ഇവിടെ മൊത്തം പുഴങ്കരയാണ്. മൊത്തം വെള്ളമൊക്കെ കയറി വൈറ്റ് പെയിൻ്റായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. പെയിൻറ്റ് ഇപ്പോൾ ഫുള്ള് പോയിട്ടൊരു ചളിക്കളർ പെയിൻ്റ് ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ പെയിൻ്റാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബിർലാൻ്റെ ഓപ്പോസാണ്. എന്താന്ന് പറഞ്ഞാൽ ഇത് വേറൊരു പെയിൻറ്റിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ്. ചെറിയൊരു പൈസയ്ക്ക് കിട്ടി. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ ചെറിയ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് പെയിൻറ്റർമാർക്ക് 20 ലിറ്ററിൻ്റെ ബക്കറ്റ് ഓടിക്കുമ്പോൾ 2 ലിറ്റർ ഫ്രീ. 2 ലിറ്റർ ഫ്രീ കിട്ടുന്നതിൽ ഫ്രീ പാക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സാധാരണയായിട്ട് 1 ലിറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ 300 റുപ്യ കൊടുക്കണം. അപ്പം ഞാൻ 2 ലിറ്റർ കൂടിയിട്ട് 400 റുപ്യ കൊടുത്തതാണ്. അപ്പോൾ 200 റുപ്യ ലാഭം കിട്ടി. പിന്നെ സോക്കേഷ് കടിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ബേസ് വൈറ്റ് സാറ്റിൻ വൈറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ടർപ്പൻഡ് തിന്നറൊക്കെ കൂട്ടി അടിക്കുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ റോളറിൻ്റെ റീഫിൽ മാത്രമുണ്ട്. റോളറിൻ്റെ ഹാൻഡിൽ എൻ്റെ അടുത്തുണ്ട്. പിന്നെ അവിടെ ഇവിടെ പൊട്ടും പൊളിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള പുട്ടിയാണ്. പിന്നെ വേസ്റ്റ് ഉണ്ട്. പിന്നെ തിന്നറ്. ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ റൂമിൻ്റെ കോലമുള്ളത് നിലവിൽ. പണ്ട് ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ബുദ്ധൻ്റെ ഒരു പെയിൻറ്റിങ് ആക്കിയിട്ടുണ്ടായി. അതൊക്കെ കവർ ചെയ്യണം. ഇപ്പോൾ വേണ്ട, അത് കുറേ ആയി, അത് മാറ്റണം. വെറും പ്ലെയിൻ ആക്കി മാറ്റിയാണ്. ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിതിനെ നല്ലൊരു പെയിൻ്റെല്ലാം അടിച്ച് സെറ്റാക്കി മാറ്റണമെന്നുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടു ബൾബിൻ്റെ താഴെ എന്തോ ഒരു കറുത്തിട്ടൊരു തൂണ് പോലൊരു കുത്തുന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൂസ് കളക്ഷൻ ഉണ്ടായിരുന്നു ഇത് ബൾബ്. അപ്പോൾ ബൾബിക്കൊരു കഷ്ണെടുത്ത് ഇങ്ങനെ മറ്റേ വിറകിൻ്റെ കഷ്ണെടുത്ത് ഇങ്ങനെ കുത്തു കൊടുത്താണ്. ഇപ്പോൾ അതൊക്കെ മാറ്റണം ഹോൾഡറൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സീറ്റിന് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങി. പെയിൻറ്ററിൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. പുതിയൊരു പെയിൻറ്റർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പെയിൻറ്റർമാരുടെ ശ്രദ്ധയ്ക്ക് പുതിയൊരു പെയിൻറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ആരുമല്ല, ഞാൻ തന്നെ. എൻ്റെ ഈ പെയിൻ്റ് അടീൻ്റെ കോലം കണ്ട എങ്ങനെയുണ്ട്? ഫുള്ള് കയ്യിലൊക്കെ ആക്കി മൊത്തം അലാക്കാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം എൻ്റെ പെയിൻ്റടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കട്ടിലും മറ്റേ ഇതെല്ലാം മൊത്തം ഒറ്റിച്ച് അലാക്കാക്കി വെച്ചിന്. പെയിൻ്റടീൻ്റെ കോലം മൊത്തം താട്ട് കേട്ടൊന്നും വിരിച്ചിട്ടില്ല. ഒരു ജാതി അടി തന്നെ അങ്ങോട്ട്. ഫുള്ള് ഒറ്റിച്ചത് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല. അമ്മ ശരിക്കും അങ്ങോട്ട് ചീത്ത കിട്ടുമല്ലേ. അതുകൊണ്ട് എല്ലാം ക്ലീനെല്ലാം ആക്കി വരച്ച് വെച്ച് ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് ഫ്ലോറോ കോട്ടെല്ലാം അടിക്കണം. ഇനി ആയിട്ടില്ല. ഇന്നത്തേക്ക് നിർത്തി പണി. ഇനി എൻ്റെ ഫുൾ ഔട്ട്പുട്ട് ഞാൻ ഷോർട്സിലിടാം. ഫുള്ള് പണി കഴിഞ്ഞതിൻ്റെ. ഇനി ഇൻറ്റീരിയറൊക്കെ കുറേ സെറ്റാക്കാനുണ്ട്. ഷോക്കേസ് ഫ്രെയിമിൽ കുറേ ഇതെല്ലാം കുറച്ച് ഷോക്കേസുകളെല്ലാം വെക്കണം. എന്നിട്ട് ജസ്റ്റ് മണി പ്ലാന്റ് എക്വേറിയമെല്ലാം സെറ്റാക്കി ഞാൻ ഔട്ട്പുട്ട് മറ്റു വീഡിയോ ഷോർട്സിലിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ടയേർഡായി. ഇന്നിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.